ഇല്ല, വീട്ടിൽ പോയിട്ടില്ല. ഞാൻ കുറച്ച് അപ്പുറല്ലേ. അവിടെ പോയ ആ മാരനുണ്ടായില്ലേ, പിന്നെ നിന്നോട് ഇങ്ങനെ സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റില്ലടാ. രാത്രി തണുത്ത വെള്ളം കുടിക്കേണ്ട പറഞ്ഞല്ലേ? എത്ര പറഞ്ഞാൽ മനസ്സിലായില്ല? ഹോസ്പിറ്റലിൽ കാണിച്ചോ? എടാ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. പപ്പന്റെ കാറാണുള്ളത്. ഏട്ടനെന്താ ഇവിടെ നിക്കുന്നത്? ഞാൻ നമ്മുടെ അനീഷിനെ കാത്തേക്ക്. അവനിപ്പോ ഇങ്ങോട്ട് വരാ പറഞ്ഞേ. അല്ല, നീയും കുഞ്ഞു എവിടെ പോയതാ? അത് കുഞ്ഞിന് നേരത്തെ നല്ല പനിയായിരുന്നു. ഞാൻ ഏട്ടനെ കൊറേ വിളിച്ചതാ, പക്ഷെ ഏട്ടന്റെ ഫോൺ ബിസി ആയിരുന്നു. അതാ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവനെ. എന്നാ പിന്നെ ഇത്ര ദൂരം നടക്കേണ്ടിരുന്നു. നിനക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കൂടായിരുന്നോ? എന്റെ ആ കൂടെ ഏട്ടൻ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ കൊറേ വിളിച്ചത്. പിന്നെ പോകുമ്പോ ഓട്ടോയിൽ തന്നെയാ പോയത്. ഇപ്പൊ വരുമ്പോ ഇവിടേക്കുള്ള ബസ് കിട്ടിയില്ല. അവിടെ ഇറങ്ങി നടന്നു വരിക. എന്നാ ചെല്ലേ, നീ വീട്ടിൽ പോ നോക്ക്. ഏട്ടൻ വീട്ടിൽ തന്നെയല്ലേ? നമുക്ക് ഒരുമിച്ച് പോവാ. ഇനി നടക്കാൻ വയ്യാത്തതുകൊണ്ടാ. അതല്ല, എന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ്. അവൻ നോക്കാൻ വരിക. ഇനിയിപ്പോ ഇവിടെ ശരിയായില്ലെങ്കിൽ അവന്റെ ഷോപ്പിൽ കൊണ്ടുപോകണം. എന്നാലും നീ വൈകണ്ട, ചെല്ലേ. എടാ, ഞാൻ കട്ടാക്കി വിളിക്കണ്ട പറഞ്ഞല്ലേ? ആ മാറിന് അടുത്തുണ്ടായിരുന്നു. അതിനെന്തോ ഡൗട്ട് അടിച്ചിട്ട് തോന്നുന്നു. അതെനിക്ക് വിഷയമൊന്നുമല്ല. എടാ പിണങ്ങല്ലടോ. ഏട്ടാ, നിങ്ങൾ ആരെയും മാറി നിന്ന് വിളിക്കുന്നേ? ഞാൻ ആരെയും വിളിക്കൊന്നുമല്ല. അവിടെ റേഞ്ചിലാണ് ഇങ്ങോട്ട് വന്നോ. ഒരു മെയിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്താ, ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചോ? കൊറേയായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെയും കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ മാറി നിന്നുള്ള ഫോൺ വിളി. എടി, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആരെ വിളിച്ചു? മതി ഏട്ടാ, ഇനി ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഭർത്താക്കന്മാരിൽ ചെറിയ മാറ്റം ഉണ്ടായ പോലും അത് ഞങ്ങൾ ഭാര്യമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ? എന്നാ നീ സംശയിക്കുന്ന പോലെ തന്നെയാണ്. എനിക്കൊരു പെണ്ണുമായിട്ട് അടുപ്പം തന്നെയാ. അതിനിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുഞ്ഞിനെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? എടി, നിന്നെക്കാളും മുൻപേ ഞാൻ അവളെ പരിചയപ്പെട്ടാടി. എന്തോ ഒരു കഷ്ടത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവളെ വീട്ടുകാരെ ഒരു കോമ്പനെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ മാത്രം ഞാൻ നിന്നെ കേട്ടത്. എല്ലാവരും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അപ്പൊ അറിഞ്ഞോണ്ട് എന്നെ ചതിക്കായിരുന്നു അല്ലേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എടി, നീ എന്ത് ചെയ്യുന്നാടി പറയുന്നത്? കല്യാണം കഴിഞ്ഞ 1 വർഷം തികയുന്നതിന് കുഞ്ഞുമായി. പിന്നെ നീ ഇവിടെ എന്നെ ധിക്കരിച്ച് പോയാൽ നിന്റെ വീട്ടിൽ കയറ്റുന്നോണ്ടാ? കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, പോരാത്തിന്റെ അനിയത്തിയും. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അധികം ഇടപെടാണ്ടിരുന്ന നിനക്കും കുഞ്ഞിനും ഇവിടെ ജീവിച്ചു പോവാ. അല്ലെങ്കിൽ അറിയാലോ. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഡയലോഗ് അടിക്കാനല്ലാണ്ടേ ഒരാണ്ട തുണയില്ലാണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനായില്ല, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കയ്യിലുള്ള സ്ഥിതിക്ക്. അതുകൊണ്ട് അടങ്ങി ജീവിച്ച നിനക്കും കുഞ്ഞിനും കഞ്ഞി കുടിച്ച് ജീവിക്ക. പറയാ ഐശു, ഓള് പോയിട്ടൊന്നുമില്ല. അത് പേടിക്കണ്ടടോ. ഓൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ അയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? അയാളുടെ സ്വഭാവത്തിന് ആ നാട്ടിലൊന്നും പെണ്ണ് കിട്ടാനിട്ടാ ഇവിടെ വന്ന് പെണ്ണെടുത്തത്. ഗവൺമെന്റ് ജോലിയും കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല അല്ലേ? അപ്പൊ ഇതിനൊക്കെ കിടന്ന് അനുഭവിക്കുന്ന ഞാനും എന്റെ കുഞ്ഞുവാ. ഇനി അമ്മ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജീവിതം പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ. അതെല്ലാം ശരിയാവും. നിനക്ക് താഴെ ഒരു അനിയത്തി ഉള്ളതല്ലേ? നീ പണിങ്ങി വീട്ടിൽ വന്നിരുന്ന നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനെ വീട് പണയം വെച്ചിട്ടല്ലേ നിന്നെ കെട്ടിച്ചു വിട്ടത്.
ആ കടവ് ഇന്നുവരെ തീർന്നിട്ടില്ല. മോളെ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക, എല്ലാം ശരിയാകും. വെറുതെ അല്ല ഇതുപോലത്തെ ആണുങ്ങളൊക്കെ ഭാര്യമാരിനെ അടിമകളായിട്ട് കാണുന്നത്. എന്തേലും പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്നാ ഇതന്നെയായിരിക്കും സ്ഥിതി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും നിങ്ങൾക്കൊക്കെ വേണ്ടി എന്റെയും മോന്റെയും ജീവിതം കളയാൻ ഞാൻ തയ്യാറല്ല. ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ആ ടീച്ചറെ, അംഗൻവാടി കഴിയുമ്പോൾ മോനെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോവോ? ഞാൻ അവിടെ വന്ന് അവനെ കൂട്ടിക്കോളാം. ശരി. എന്താ സന്ധി, നേരം വൈകിക്കുന്നു? ഇന്ന് എവിടെയായിരുന്നു പണി? നമ്മളീ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ, മറക്കണ്ട. താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇത്രയും കാലം താൻ ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ നടന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നിന്നോടൊക്കെ മറുപടി പറഞ്ഞു കളയാൻ എൻ്റെ സമയമില്ലാത്തോണ്ടാ. നിന്നെ പോലുള്ളവന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെല്ലാം മോശക്കാരികളാണെന്ന്. ബസ്സിലും ജോലി സ്ഥലത്തും നാട്ടിലും ഒക്കെ നിന്നെ പോലെ ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്തിട്ടാ ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. നിങ്ങൾക്കും ഇല്ലയുടെ അമ്മയും പെങ്ങളൊക്കെ. അവരോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താ നീയൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കോ? ഞങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടായിരിക്കില്ലേ? ഞങ്ങൾ മനുഷ്യരാടോ, ജീവിച്ചു പോയിക്കോട്ടെ. ആ സുരഭി, പറയടാ. ഞാൻ എന്താ കോട്ടയിലാ. ആടോ, ലോട്ടറി തന്നെ, ജീവിക്കണ്ടേ, എല്ലാം ഉണ്ട്. അല്ല, താനെന്താ വിളിച്ചത്? ഭക്ഷണോ? എന്ത് ഭക്ഷണോടാ? സദ്യ അല്ലേ? എത്ര പേർക്കാ? 50. ഈ ഞായറാഴ്ച അല്ലേ? ആടോ, ഞാൻ ചെയ്തുതരാം, എനിക്ക് പറ്റും. ഓക്കേടാ, താങ്ക് യു.
ശരി ശരി. ഒരാഴ്ച ലീവ് വേണമെന്നോ? എടോ അഭി, താൻ എന്തീ പറയുന്നേ? ഈ മാസം ഒരുപാട് ഓർഡർ ഉള്ളതാ, താൻ ലീവാക്കിയ ശരിയാവില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അടുത്ത മാസം ലീവ് കുറച്ച് കൂടുതൽ എടുത്തോ. പിന്നെ ആ രാമേട്ടന്റെ ഓർഡറേ കറക്റ്റ് സമയത്തിന് കൊടുക്കണം. പിന്നെ ഇന്നലത്തെ കളക്ഷൻ ബാങ്കിൽ അടച്ചല്ലേ? വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ശരി ശരി, ഞാൻ ഒരു 10 മിനിറ്റിലെത്തും. മമ്മി പോവാ. ഹലോ, പാക്ക് ചെയ്ത് വെച്ചാണോ? വണ്ടിയിൽ കയറ്റിക്കോ, ഞാനിപ്പോ വരാം. എന്താ കാര്യം? സന്ധ്യ, സോറി, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. നീ പോയ പിന്നെ എൻ്റെ കഷ്ടകാലം തുടങ്ങിയടോ. ഭാര്യനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വേറൊരു പെണ്ണുമായിട്ട് അവിഹിതമെന്ന് നാട് മൊത്തം അറിഞ്ഞു. അച്ഛനമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, കാറ് വിറ്റു. എൻ്റെ ഒരുപാട് പൈസ അവൾ പറ്റിച്ചു കൊണ്ടുപോയി. ആ സങ്കടത്തിൽ കള്ളുപിടിച്ച് ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഓഫീസിൽ സസ്പെൻഡാ ഞാൻ. മിക്കവാറും എൻ്റെ ജോലി പോകും. എനിക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. നീ എല്ലാം ക്ഷമിക്കണം. എല്ലാ തെറ്റും ചെയ്ത് അവസാനം ഒരു സോറി പറഞ്ഞ ക്ഷമിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളെ താൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. താൻ എന്താ അന്ന് എന്നോട് പറഞ്ഞത്? ആണിന്റെ തുണയില്ലാതെ ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നോ? ആദ്യമൊക്കെ കുറെ കരഞ്ഞു, അവസാനം വീട്ടുകാർ കൂടി ഉപേക്ഷിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് നമ്മൾക്ക് കൂട്ടായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ നിങ്ങളുടെയൊക്കെ മുന്നിൽ ജയിച്ചു കാണിക്കണമെന്ന്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തോറ്റു കൊടുക്കില്ല എന്ന് ഒരാൾ മനസ്സിൽ ഉറപ്പിച്ച പിന്നെ ലോകത്തൊന്നിനും അവരെ തളർത്താനാവില്ല. ചെറിയൊരു സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ ഭാര്യനെയും മക്കളിനെയും മറക്കുന്ന തന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തില്. അവർക്കൊക്കെ നീ ഒരു പാഠമായിരിക്കണം. ഇതാ ഞാൻ എത്തി. ഇനി ഞാനായിട്ട് പോകാൻ പറയണോ അതോ? ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് സ്ത്രീകളുടെ കാര്യവും. അവർ പെട്ടെന്ന് കരയുന്നവരാണ്, ഒരാണിന്റെ തുണയില്ലാതെ ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ കരച്ചിൽ നിർത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തോൽക്കില്ല എന്ന് ഉറപ്പിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറൊന്നിനും സാധിക്കില്ല.